ഇപ്പോഴത്തെ ക്രൂഡ് ഓയിൽ വില ഏത് വർഷത്തെ ക്രൂഡ് ഓയിൽ വിലയ്ക്ക് തുല്യമാണ് എന്ന് അറിയാമോ? മിക്ക ആളുകൾക്കും അത് ഓർമ്മയുണ്ടാവില്ല. ഇപ്പോഴത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ചരിത്രത്തിലെ ഏറ്റവും കൂടിയ നിലവാരത്തിലാണ് എത്തിയിരിക്കുന്നത്. ആ അവസരത്തിലാണ് സാധാരണക്കാരുടെ സർക്കാരായ മോദിയുടെ നോൺ ബയോളജിക്കൽ സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില 2 രൂപ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് ഇപ്പോഴത്തെ ക്രൂഡ് ഓയിൽ വില ഏത് വർഷത്തെ നിലവാരത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ഇതാണ്. 2025 ഇപ്പോഴത്തെ ക്രൂഡ് ഓയിൽ വില 20 വർഷം മുൻപ്, അതായത് 2005 നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല എന്നറിയാം, എന്നാൽ ഇതാ അതിന്റെ തെളിവ് വ്യക്തമായി കണ്ടുകൊള്ളൂ. 2005 ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് ഏകദേശം $60 ആയിരുന്നു. ഇനി ഇപ്പോഴത്തെ വില 2025 ഏപ്രിൽ 8 ക്രൂഡ് ഓയിലിന്റെ വില $59.87 ആണ്. അതായത് $60 താഴെയാണ് ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ ഇപ്പോഴത്തെ വില. 2005 തുല്യമോ അതിൽ കുറവോ ആണ് 20 വർഷങ്ങൾക്ക് ശേഷം 2025 ക്രൂഡ് ഓയിലിന്റെ വില. 2005 ഇന്ത്യയിൽ പെട്രോളിന്റെ വില ലിറ്ററിന് ആവറേജ് 38 രൂപ മാത്രമായിരുന്നു. ക്രൂഡ് ഓയിലിന് $60 വിലയുള്ളപ്പോൾ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കീഴിൽ പെട്രോളിന് വെറും 38 രൂപ മാത്രമായിരുന്നു വില. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് തെളിവുകൾ സഹിതം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എന്നാൽ ക്രൂഡ് ഓയിലിന്റെ വില 2005 നിലവാരത്തിൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് നോൺ ബയോളജിക്കൽ മോദി സർക്കാരിന്റെ കീഴിൽ 1 ലിറ്റർ പെട്രോളിന്റെ കേരളത്തിലെ വില 106.29 രൂപയാണ്. ക്രൂഡ് ഓയിൽ വില 2005 നിലവാരത്തിൽ എത്തിയിരിക്കുമ്പോൾ നോൺ ബയോളജിക്കൽ മോദി വിശ്വഗുരു പെട്രോളിന്റെ വില 2005 വിലയുടെ ഏകദേശം 3 ഇരട്ടിയോളമാണ് ആക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഇടിയുകയാണ് ഉണ്ടായത്. എന്നാൽ നോൺ ബയോളജിക്കൽ മോദിയുടെ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുന്നതല്ലാതെ കുറയുന്നില്ല. മൻമോഹൻ സിംഗ് ക്രൂഡ് ഓയിൽ വില 60 രൂപയുള്ളപ്പോൾ പെട്രോൾ 38 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ വിശ്വഗുരുവിന് എന്തുകൊണ്ട് ഒരു 50 രൂപയ്ക്ക് പോലും പെട്രോൾ വിൽക്കാൻ സാധിക്കുന്നില്ല? 50 രൂപ പോയിട്ട് 100 രൂപയ്ക്ക് പോലും പെട്രോൾ ലഭ്യമല്ല. അങ്ങനെ ക്രൂഡ് ഓയിലിന്റെ വില 20 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയിരിക്കുമ്പോഴാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില നോൺ ബയോളജിക്കൽ മോദി 2 രൂപ കൂടി വർദ്ധിപ്പിച്ച് ജനങ്ങളെ സേവിച്ചിരിക്കുന്നത്. എത്ര വലിയ കാട്ടുകൊള്ളയാണ് എന്ന് ഓർക്കണം. എങ്ങനെയാണ് അദാനിയും അംബാനിയും മോദിയുടെ കീഴിൽ ചുരുങ്ങിയ സമയം കൊണ്ട് 50 ഇരട്ടി ധനവാന്മാർ ആയത് എന്നതിന്റെ കാരണം ഇതാണ്. ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് മോദിയും കൂട്ടരും അദാനിക്കും അംബാനിക്കും അവരുടെ പാർട്ടിയിലെ ആളുകൾക്കും വീതം വയ്ക്കുകയാണ്. സാധാരണക്കാരന്റെ ജീവിതത്തിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. മോദിയെയും കൂട്ടരെയും സംബന്ധിച്ച് സാധാരണക്കാരൻ അവർക്ക് വോട്ട് ചെയ്യാനുള്ള വെറും തലച്ചോറില്ലാത്ത ഏതോ ഒരു തരം ജീവികൾ മാത്രമാണ്. അവരെ മനുഷ്യരായി പോലും മോദിയും കൂട്ടരും കണക്കാക്കുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുന്ന ഈ സമയത്തും വീണ്ടും പെട്രോളിന്റെയും ഡീസലിന്റെയും വില 2 രൂപ കൂടി വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ജീവിതം വീണ്ടും കൂടുതൽ ദുരിതപൂർണം ആക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ വിലയിലെ വ്യത്യാസം അനുസരിച്ച് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വ്യത്യാസം ഉണ്ടാകും എന്നാണ് മോദിയും കൂട്ടരും ജനങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. പക്ഷേ ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ വാങ്ങിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുത്തനെ വർദ്ധിക്കുക മാത്രമാണ് സംഭവിക്കുന്നത്. ലോകത്ത് ഇങ്ങനെ സംഭവിക്കുന്ന ഒരേ ഒരു രാജ്യം നോൺ ബയോളജിക്കൽ മോദി ഭരിക്കുന്ന ഇന്ത്യ മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് പുരി പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസ് സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഈ വില വർധനവ് ഓയിൽ കമ്പനികൾക്ക് നഷ്ടം വന്ന 43,000 കോടി രൂപ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്നാണ്. എങ്ങനെയാണ് ഓയിൽ കമ്പനികൾക്ക് ക്രൂഡ് ഓയിലിന്റെ വില 2005 നിലവാരത്തിൽ എത്തിയിരിക്കുമ്പോൾ നഷ്ടം വരുന്നത് എന്ന് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ഇതിലും വളരെ കുറവാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില എന്നുള്ളതാണ് വസ്തുത. അവിടുത്തെ ഓയിൽ കമ്പനികളുടെ ലാഭം കുത്തനെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് പെട്രോളിയം മന്ത്രി ഇന്ത്യക്കാരന് മുന്നിൽ ഇതുപോലെ പച്ചയ്ക്ക് നുണ പറയുന്നത്. പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഓരോ ലിറ്റർ പെട്രോളിന്റെയും ഡീസലിന്റെയും വില മാത്രമല്ല വർദ്ധിക്കുക എന്നറിയാമല്ലോ, എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പരിണിത ഫലം. കാരണം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ
ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വർദ്ധിക്കും. അതുവഴി എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വിലയിൽ ഗണ്യമായ വർധനവ് ഉണ്ടാവും. ഏപ്രിൽ 7 എക്കണോമിക് ടൈംസിന്റെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് എന്ന്. പക്ഷേ അതിന്റെ തൽഫലങ്ങൾ അനുഭവിക്കാൻ വിശ്വഗുരുവിന്റെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് യോഗമില്ല. ബിസിനസ് സ്റ്റാൻഡേർഡിന്റെ ഈ വാർത്തയിലും പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം മാത്രം 4% ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞത് എന്നാണ്. അങ്ങനെ ഇടിഞ്ഞ് ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ഒരു ബാരലിന് $63.15 വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡിന്റെ വില $59.57 എത്തിയിരിക്കുകയാണ്. ഇവിടെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത്, പബ്ലിക് സെക്ടർ യൂണിയൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ പറഞ്ഞിരിക്കുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും റീറ്റെയിൽ പ്രൈസിൽ ഈ എക്സൈസ് ഡ്യൂട്ടി വർധനവ് കൊണ്ട് വർധന ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ജനങ്ങളെ നുണ പറഞ്ഞു പറ്റിക്കുന്ന വേറെ ഒരു സർക്കാർ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ക്രൂഡ് ഓയിൽ വില $150 ആയി ഉയർന്നതിനെ തുടർന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചപ്പോൾ ഇന്ത്യയിലെ സെലിബ്രിറ്റികളെല്ലാം സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലമുറയിടുകയായിരുന്നു. അന്ന് അമിതാഭ് ബച്ചനും അക്ഷയ് കുമാറും അനുപം ഖേറും സുധീർ ചൗധരിയും ചേതൻ ഭഗത്തും വിവേക് അഗ്നിഹോത്രിയും ഒക്കെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതാണ് ഇതൊക്കെ. എന്നാൽ ഇപ്പോൾ അവർക്കൊന്നും മിണ്ടാട്ടമില്ല. കാരണം മോദി ഭരണത്തിൽ വന്നതോടുകൂടി അവരുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയായി മാറിയിരിക്കുകയാണ്. അവർക്കറിയാം, ഇപ്പോൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ ഉടനെ തന്നെ EDയും CBIയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും എല്ലാം അവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും കയറി മെഴുകുമെന്ന്. അതിനാൽ നാണംകെട്ട ഈ സെലിബ്രിറ്റികൾ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഒന്നും പ്രതികരിക്കാതെ മോദി സ്തുതികൾ മാത്രമാണ് 2014 ശേഷം പാടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയും കഴിവുകെട്ട, ജനങ്ങളുടെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ലാത്ത ഒരു കൂട്ടം ആളുകളെ ഇന്ത്യ ഭരിക്കാൻ ഏൽപ്പിച്ച ആളുകൾ ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇതിന്റെ ദുർഫലങ്ങൾ അനുഭവിക്കുന്നത് ഇവരുടെ മണ്ടന്മാരായ ഭക്തന്മാർ മാത്രമല്ല എന്നുള്ളതിലാണ് വലിയ വിഷമം.